നമസ്കാരം. മുൻ പ്രധാനമന്ത്രി ദേവഗൌഡയുടെ പേരക്കുട്ടിയും സിറ്റിംഗ് എംപിയും ഹാസനിലെ JDS സ്ഥാനാർത്ഥിയുമായ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരായ ലൈംഗിക വീഡിയോ വിവാദം കർണാടക രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ദിവസമാണ് പ്രജ്വലിനെതിരായ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. ഇതിനു പിന്നാലെ സംസ്ഥാന സർക്കാർ കേസ് രജിസ്റ്റർ ചെയ്യുകയും പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും ചെയ്തു. അതിനിടെ പ്രജ്വൽ ജർമ്മനിയിലേക്ക് കടന്നതായുള്ള വാർത്തകളും പുറത്തുവന്നു. ഏതായാലും സംഭവം വലിയ രാഷ്ട്രീയ വിവാദത്തിനാണ് തിരികൊളുത്തിയിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് JDS NDAയിൽ സഖ്യകക്ഷിയാകുന്നത്. ഹാസനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം പ്രജ്വലിന് വോട്ട് തേടി എത്തുകയും ചെയ്തിരുന്നു. കോൺഗ്രസ് ഇത് വീണ് കിട്ടിയ അവസരമായാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അതേസമയം BJP ഇതേവരെ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. എന്നാൽ പ്രജ്വലിനെതിരെ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നാണ് JDS പറയുന്നത്. മാത്രമല്ല, പ്രാഥമിക നടപടി എന്ന നിലയ്ക്ക് പ്രജ്വലിനെ JDSൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കുറ്റക്കാരനെന്ന് തെളിഞ്ഞാൽ കർശന നടപടി ഉണ്ടാകുമെന്നാണ് HD കുമാരസ്വാമി പറയുന്നത്. കുമാരസ്വാമിയുടെ സഹോദരനായ രേവണ്ണയുടെ മകനാണ് പ്രജ്വൽ. പ്രജ്വൽ രേവണ്ണ ഒട്ടേറെ സ്ത്രീകളെ ലൈംഗികമായി ഉപദ്രവിക്കുന്നതിന്റെയും പല സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന്റെയും വീഡിയോകൾ പുറത്തു വന്നതാണ് കേസിന് ആധാരം. പുറത്തുവന്ന മിക്ക വീഡിയോകളും പ്രജ്വൽ തന്നെ സ്വന്തം മൊബൈൽ ഫോണിൽ ചിത്രീകരിക്കുകയും പിന്നീട് ലാപ്ടോപ്പിലേക്ക് മാറ്റി എന്നുമാണ് ഉയരുന്ന ആരോപണം. എന്നാൽ ഈ വീഡിയോ പുറത്തു വന്നതിന് പിന്നിലെ ഗൂഢാലോചനയെക്കുറിച്ചുള്ള മറുവാദങ്ങളും ഉയരുന്നുണ്ട്. വീഡിയോകൾ യഥാർത്ഥമാണെന്നും മോർഫ് ചെയ്തതല്ലെന്നുമാണ് പ്രജ്വലിന്റെ എതിരാളികൾ പറയുന്നത്. എന്നാൽ പ്രസ്തുത വീഡിയോ ഇതാദ്യമായല്ല പൊതുമധ്യത്തിൽ ഉയർന്നു വരുന്നത്. പ്രജ്വൽ തന്നെയാണ് ഇക്കാര്യം പൊതുമണ്ഡലത്തിലേക്ക് എത്തിക്കുന്നത് എന്നതും വിചിത്രമാണ്. 2023 ജൂൺ 1 മാധ്യമങ്ങളിൽ മോർഫ് ചെയ്ത വീഡിയോകൾ പ്രചരിക്കുന്നുവെന്നും ഇത് തടയണമെന്നും ആരോപിച്ച് പ്രജ്വൽ ബംഗളൂരു സിവിൽ കോടതിയെ സമീപിച്ചിരുന്നു. 86 മാധ്യമ സ്ഥാപനങ്ങൾക്കും 3 വ്യക്തികൾക്കുമെതിരെയായിരുന്നു പ്രജ്വലിന്റെ പരാതി. ജൂൺ 2 കോടതി വീഡിയോകൾ സംപ്രേഷണം ചെയ്യുന്നതും പ്രചരിപ്പിക്കുന്നതും വിലക്കുകയും ചെയ്തിരുന്നു. ഹർജിയിൽ പേരുള്ള 3 സ്വകാര്യ വ്യക്തികളിൽ ഒരാൾ പ്രജ്വലിന്റെ മുൻ ഡ്രൈവറാണ്. 7 വർഷത്തോളം ജോലി ചെയ്ത ഇയാൾ 2023 മാർച്ചിലാണ് ഡ്രൈവർ ജോലി ഉപേക്ഷിക്കുന്നത്. രേവണ്ണ കുടുംബത്തിലെ അംഗത്തെ പോലെയായിരുന്നു ഇയാൾ. പ്രജ്വലിന്റെ ഫോണുകളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും ആക്സസ് ചെയ്യുകയായിരുന്നുവെന്നും പിന്നീട് MP-യുമായി തെറ്റിപ്പിരിഞ്ഞുവെന്നും വീഡിയോകളിലൂടെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയെന്നും ഊഹാപോഹങ്ങളുമുണ്ട്. 2023 ഡിസംബറിൽ 13 ഏക്കർ ഭൂമി കൈമാറാൻ സമ്മതിക്കാത്തതിനെ തുടർന്ന് തന്നെയും ഭാര്യയെയും പ്രജ്വലും അമ്മയും തട്ടിക്കൊണ്ടുപോയെന്നാരോപിച്ച് ഡ്രൈവർ ഹാസനിൽ പോലീസ് പരാതി നൽകിയിരുന്നു. ഈ വർഷം ജനുവരിയിലും വീഡിയോ വിവാദം തലപൊക്കിയിരുന്നു. ഹാസനിലെ അഭിഭാഷകനും പ്രാദേശിക BJP നേതാവുമായ ദേവരാജ ഗൌഡയാണ് ആരോപണം ഉന്നയിച്ചത്. 2023 കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദേവരാജെ ഹോള നരസിപുരയിൽ നിന്ന് മത്സരിച്ച് പ്രജ്വലിന്റെ പിതാവ് രേവണ്ണയോട് പരാജയപ്പെട്ടിരുന്നു. കർണാടക ഹൈക്കോടതിയിൽ ഇയാൾ സമർപ്പിച്ച ഹർജി 2023 പ്രജ്വലിനെ MP സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കുന്നതിന് കാരണമായി. എന്നാൽ പിന്നീട് ഇത് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. 2023 ഡിസംബറിൽ രേവണ്ണയ്ക്കെതിരെ ഫയൽ ചെയ്ത കേസിൽ പ്രജ്വലിന്റെ മുൻ ഡ്രൈവറെ പ്രതിനിധീകരിക്കാൻ തുടങ്ങിയതിനു ശേഷമാണ് തനിക്ക് ഈ വീഡിയോകൾ ലഭിച്ചതെന്നാണ് ദേവരാജെ അവകാശപ്പെടുന്നത്. എന്നാൽ ഡ്രൈവർക്ക് എങ്ങനെയാണ് ഈ വീഡിയോകൾ ലഭിച്ചത് എന്ന് തനിക്കറിയില്ല എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഏപ്രിൽ 26 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 100 കണക്കിന് പെൻഡ്രൈവുകളിലൂടെയാണ് വീഡിയോകൾ ഹാസനിൽ വിതരണം ചെയ്തത്. ഇതിൽ പ്രജ്വൽ തന്നെ റെക്കോർഡ് ചെയ്തതായി ആരോപിക്കപ്പെടുന്ന 2900-ലധികം വീഡിയോകൾ അടങ്ങിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ നാഗലക്ഷ്മി ചൗധരി DGPക്കും മുഖ്യമന്ത്രി സിദ്ധാരാമയ്യയ്ക്കും കത്തയച്ചതിനെ തുടർന്നാണ് പെൻഡ്രൈവുകളെ കുറിച്ച് സർക്കാർ ശ്രദ്ധിച്ചത്. ഇതിന് പിന്നാലെ ഏപ്രിൽ 27 കർണാടക സർക്കാർ വീഡിയോകൾ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് ഉത്തരവിട്ടു. രേവണ്ണയുടെ 2 മക്കളിൽ മൂത്തയാളാണ് പ്രജ്വൽ. 2014 ബാംഗ്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ ശേഷമാണ് പ്രജ്വൽ രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത്. 2019 മേയിൽ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. JDS സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ പ്രജ്വൽ അവിവാഹിതനാണ്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നിരിക്കെ വീഡിയോ വിവാദം കർണാടക രാഷ്ട്രീയത്തിൽ ഉയർത്തിയ കൊടുങ്കാറ്റ് അടുത്തെങ്ങും കെട്ടടങ്ങുമെന്ന് തോന്നുന്നില്ല.